സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് പങ്കുണ്ടെങ്കിൽ അതിൽ പാർട്ടിക്കും അറിവുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇതുവരെയുള്ള അന്വേഷണം സ്വാഗതാർഹമാണെന്നും കെ മുരളീധരൻ. പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് CPM മാള ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന TP രവീന്ദ്രൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു. മാള കോട്ടവാതിൽ വാർഡ് 9-ൽ TP രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക നൽകി. KSEBയുടെ 33 kV ടവർ ലൈനിൽ കാക്ക ഷോക്കേറ്റതിനെ തുടർന്ന് അമിത വൈദ്യുതി പ്രവാഹം. കയ്പമംഗലത്ത് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് പങ്കുണ്ടെങ്കിൽ അത് പാർട്ടിക്കും അറിവുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇതുവരെയുള്ള അന്വേഷണം സ്വാഗതാർഹമാണെന്നും അന്വേഷണം ഇതുപോലെ തുടരണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. പത്മകുമാറൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കടകംപള്ളി മാത്രം പോരാ, വാസവനിലേക്ക് എത്തണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. കാരണം വെറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മാത്രമായിട്ട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ വ്യക്തമായി സർക്കാരിനും മന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വിശദമായിട്ട് അന്വേഷിക്കണം. അന്വേഷണം മന്ത്രിമാരിലേക്കും മുൻ മന്ത്രിമാരിലേക്കും നീളണം. അതാണ് ഞങ്ങൾ പറയുന്നത്. മാള പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ പുറകുവശത്തെ ഒരു ഭാഗമാണ് തീയിൽ ഭാഗികമായി കത്തി നശിച്ചത്. മാള ഫയർഫോഴ്സ് സംഘം തീ കൂടുതൽ പടരുന്നതിന് മുൻപ് തന്നെ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. 6 മണിയോടെ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ പുറകുവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ പോസ്റ്റ് ഓഫീസിലെ ചില പ്രധാനപ്പെട്ട ഫയലുകളും രേഖകളും ജനറേറ്ററും കത്തിനശിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മാള ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ KK ഹനീഫ്, ഫയർ റെസ്ക്യൂ ഉദ്യോഗസ്ഥന്മാരായ MR അരുൺ, B സുൽഫിക്കർ, PS അഖിൽ, പ്രതീഷ് കുമാർ, കൊടുങ്ങല്ലൂർ ഫയർ സ്റ്റേഷനിലെ S ദീപു, AR സത്യൻ, KM സനൽ റോയ്, KS അജിത്, അഹമ്മദ് അജ്മൽ, അഭിജിത്ത്, അനിൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, മാള. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായയിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. സുനിലിന്റെ വീടിന് മുൻപിൽ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന 3 അംഗ സംഘം വാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈയിനുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മീഡിയ ടൈം, തൃശൂർ. മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ TP രവീന്ദ്രൻ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുന്നു. പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് CPM മാള ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന TP രവീന്ദ്രൻ മത്സരിക്കാൻ കച്ചകെട്ടിയിരിക്കുന്നത്. കോട്ടവാതിൽ വാർഡ് 9-ലാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായ TP രവീന്ദ്രൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലവിൽ CPM മാള ലോക്കൽ കമ്മിറ്റി അംഗമായ TP മാള ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. കോട്ടവാതിൽ വാർഡ് 9-ലാണ് TP രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. നിലവിൽ അംഗമായ 8-ാം വാർഡിനൊപ്പം 9, 17 വാർഡുകളുടെ ഭാഗങ്ങളും കൂടിച്ചേർത്തതാണ് വാർഡ് 9. ഈ വാർഡിൽ CPM നെയ്തക്കുടി ബ്രാഞ്ച് സെക്രട്ടറി NV സുരേഷ് ബാബുവാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. 1987-ൽ മാള പഞ്ചായത്ത് അംഗമായ TP രവീന്ദ്രൻ 2005-2010 കാലയളവിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2015 മുതൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം TP രവീന്ദ്രനെ പാർട്ടിക്ക് പുറത്തേക്ക് നയിക്കുമെന്നാണ് സൂചന.
അതിനിടെ കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റായിരുന്ന സന്തോഷ് ആത്തപ്പിള്ളിയും പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥി ജോഷി കാഞ്ഞുത്തറയ്ക്കെതിരെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ സമീപ പഞ്ചായത്തായ പൊയ്യയിൽ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് അംഗമായിരുന്ന KC അനില BJP വിട്ട് CPM-ൽ ചേർന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂപ്പത്തി 6ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായാണ് അനില മത്സരിച്ച് വിജയിച്ചത്. മീഡിയ ടൈം മാള. അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് കയ്പമംഗലത്തെ വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. KSEB-യുടെ 33 kV ടവർ ലൈനിൽ കാക്ക ഷോക്കേറ്റതിനെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി പ്രവാഹത്തിലാണ് വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചത്. KSEB മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് 33 kV ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കയ്പമംഗലം ബോർഡ് കിഴക്ക് കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. ഇന്ന് രാവിലെ 8:30-ഓടെയാണ് സംഭവം. സാജന്റെ വീടിനോട് ചേർന്നാണ് 33 kV ടവർ ലൈൻ കടന്നു പോകുന്നത്. ഇതിൽ കാക്കയിടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇതോടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും സാജന്റെ വീട്ടിലെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തിനശിക്കുകയുമായിരുന്നു. ഫാൻ, മെയിൻ സ്വിച്ച് ബോർഡുകൾ, ഫാൻ, വയറിംഗ്, മറ്റുപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവ സമയം വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറിയുണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു. 1 വർഷം മുമ്പും സമാന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും 1.5 ലക്ഷം രൂപ ചിലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായും മാറ്റിയതെന്നും വീട്ടുടമ പറഞ്ഞു. അതിട്ട് പിന്നെ ഇപ്പോൾ അന്ന് 1.5 ലക്ഷം രൂപ നമുക്ക് ചെയ്ത് പുതിയ ചെയ്ത അവരെ കൊണ്ടുവന്നല്ലോ മെയിൻ ആൾക്കാരെ കൊണ്ടുവന്ന് പുതുക്കി ചെയ്തതാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഷോർട്ടായിട്ട് ഇത് എന്തുണ്ടായത് ഇന്ന് കാലത്ത് ഭയങ്കര മണം ഭയങ്കര ആളുണ്ടായിരുന്നു. തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. KSEB മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് 33 kV ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. മീഡിയ ടൈം കയ്പമംഗലം. റവന്യൂ ജില്ലാ കലോത്സവ ഊട്ടുപുരയിൽ അയ്യപ്പദാസന്റെ കൈപുണ്യം രുചിച്ചറിഞ്ഞ് നിരവധി പേർ. ജില്ലാ കലോത്സവത്തിനായി ഇരിങ്ങാലക്കുട ഗായത്രി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. കഴിഞ്ഞ വർഷം കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിലും ഭക്ഷണമൊരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് കൊടകര സ്വദേശിയായ അയ്യപ്പദാസ്. ഇത് 5ാം തവണയാണ് കൊടകര സ്വദേശിയായ എടയാപ്പുറത്ത് അയ്യപ്പദാസ് റവന്യൂ ജില്ലാ കലോത്സവത്തിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിനായി ഇരിങ്ങാലക്കുട ഗായത്രി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ ദിവസവും ഏകദേശം 5000 പേർക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. 5 തരം കറികളും സാമ്പാറും മോരും രസവും പായസവും അടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് അയ്യപ്പദാസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും, വൈകിട്ട് 4000-ഓളം പേർക്ക് ചായയും ചെറുകടിയും, വൈകുന്നേരം അത്താഴവും ഇവർ തയ്യാറാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിലും ഭക്ഷണം ഒരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് കൊടകര സ്വദേശിയായ അയ്യപ്പദാസ്. കഴിഞ്ഞ 15 വർഷത്തിൽ ഏറെയായി കൊടകരയിൽ ഐക്കൺ കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന അയ്യപ്പദാസ് ചെറുതും വലുതുമായ നിരവധി ആഘോഷങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തും ഭക്ഷണം ഒരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഞാനൊരു 10-15 കൊല്ലമായി ഈ ഫീൽഡിൽ കലോത്സവങ്ങൾ. കഴിഞ്ഞ കൊല്ലം നടന്ന സംസ്ഥാന കായികമേളയിൽ നമ്മൾ തന്നെ ഭക്ഷണം വെച്ചത് കുന്നംകുളത്താണത്. പിന്നെ റവന്യൂ ജില്ല ഇപ്പോൾ അത് 5ാമത്തെ തവണയാണ്, ഇവിടെ തന്നെ 2ാമത്തെ തവണയാണ് ചെയ്യണത്. ഇന്ന് 3ാം ദിവസമായി ഇവിടെ പരിപാടി നടക്കണ. എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. 5 തരം കറി, രസം, മോര് വേറെ, ചോറ്, അങ്ങനെയുള്ള ഐറ്റംസ് ഇന്ന്. പിന്നെ കാലത്ത് ടിഫിനുണ്ട് 10,000 പേർക്ക്. അത് ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ഒരു ദിവസം ഉപ്പുമാവ്, ഒരു ദിവസം പാലപ്പം, കുറുമക്കറി, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ ചായ, കടി, ഒഫീഷ്യൽസ്. അത് ഒഫീഷ്യൽസിന് സ്റ്റാഫിന് മാത്രമേ ഉള്ളൂ. അത് 500 പേർക്കുള്ളൂ. 3 മണിയാകുമ്പോൾ എല്ലാവർക്കും 4500 ആൾക്ക് ചായ, കടി, ആ സംഭവങ്ങളുണ്ട്. വൈകുന്നേരം 600 ആൾക്ക് ഭക്ഷണം. അത് രാത്രി 1 മണി വരെ ഉണ്ട് ഇവിടെ കലവറ. അത് ഫുൾ ടൈം കലവറ. എല്ലാ ടൈമും 24 മണിക്കൂറും ഓണായിരിക്കും. ഏത് നേരത്തെ വന്നാലും ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാവുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംഘടന സമിതിയും നമ്മളൊക്കെ ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും എല്ലാ കാര്യത്തിലും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മീഡിയ ടൈം ഇരിങ്ങാലക്കുട. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഇന്ന് 3 മണിവരെയാണ് പത്രിക നൽകാനുള്ള അവസരമുണ്ടായിരുന്നത്. ഇതുവരെ 95,369 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീരുന്നത് തിങ്കളാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത് തൃശൂരിലാണ്. വിമതരുടെ സാന്നിധ്യം പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയാകുന്നുണ്ട്. അതേസമയം പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഈ 3 ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ ജാഗ്രത. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കൊടുങ്ങല്ലൂർ നഗരസഭ വിയ്യത്തുകുളത്ത് 5-ാം വാർഡിൽ കോൺഗ്രസ് വിമതനായി മത്സരിക്കുന്ന ബൂത്ത് പ്രസിഡന്റ് ഷഹീൻ കെ മൊയ്തീനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. മുസ്ലിം ലീഗിന് UDF മത്സരിക്കാൻ മാറ്റിവെച്ച വാർഡിൽ ഷഹീൻ കെ മൊയ്തീൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആയതോടെയാണ് നടപടി. മുസ്ലിം ലീഗിലെ MA ഇബ്രാഹിമാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. LDF പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശ്രേയസ് ചെറിയത്ത് അധ്യക്ഷനായി. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ മാലയിട്ട് സ്വീകരിച്ചു. LDF നേതാക്കളായ CK ഗിരിജ, TP രഘുനാഥ്, KB ഹൈദ്രോസ്, CD അനസ് എന്നിവർ സംസാരിച്ചു. മേത്തലപ്പാടം ശ്രീ അയ്യപ്പ ഭജന സമിതി വക നിർദ്ദിഷ്ട ക്ഷേത്രത്തിന്റെ മാതൃകാ പ്രകാശനം നടന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി, ക്ഷേത്രം സ്ഥപതി മധു ദേവദാസ് എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് TK സുധി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്ര നിർമ്മാണ രക്ഷാധികാരികളായ ശ്രീലക്ഷ്മി നാരായണൻ, കല്യാൺ K മേത്തല, ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ലിജേഷ് അണക്കത്തിൽ, ഷൈനു പണിക്കശ്ശേരി, അശോകൻ, റോയി തേവാലിൽ എന്നിവർ സംസാരിച്ചു. UDF എറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ PA മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ്, KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൽ സലാം, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, IUML നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി എന്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. ഇപ്പോൾ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം. പെരിയാറിന്റെ തീരത്തെ ഒരു ചെറു പട്ടണമാണ് ചെങ്ങമനാട്. ഇന്ന് നമുക്ക് എൻ്റെ പഞ്ചായത്തിൽ ചെങ്ങമനാടിൻ്റെ വിശേഷങ്ങൾ നോക്കാം. സ്വാഗതം എൻ്റെ പഞ്ചായത്ത് ചെങ്ങമനാട്. എറണാകുളം ജില്ലയിലെ പാറക്കടവ് ബ്ലോക്കിലെ ഒരു പ്രകൃതി രമണീയമായ പഞ്ചായത്താണ് ചെങ്ങമനാട്. വടക്ക് നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, കിഴക്ക് ശ്രീമൂലനഗരം പഞ്ചായത്ത്, അങ്കമാലി മുനിസിപ്പാലിറ്റി, പടിഞ്ഞാറ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, ആലുവ മുനിസിപ്പാലിറ്റി, തെക്ക് ആലുവ മുനിസിപ്പാലിറ്റി എന്നിവയാണ് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അതിരുകൾ. പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മണപ്പുറം ഈ പഞ്ചായത്തിൻ്റെ തെക്കുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ തിരുവിതാംകൂറിൻ്റെ അതിരുകളിൽ രൂപം കൊണ്ട പഞ്ചായത്തുകളിൽ ഒന്നായ ചെങ്ങമനാട് 1954 രൂപം കൊള്ളുമ്പോൾ ഇന്നത്തെ നെടുമ്പാശ്ശേരി ചെങ്ങമനാടിൻ്റെ ഭാഗമായിരുന്നു. AD 1090 മുതൽ 1102 വരെ കുലശേഖര ചക്രവർത്തിമാരുടെ അധികാരത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. ഭരണ സൗകര്യത്തിനായി ഈ നാട്ടുരാജ്യത്തിനെ പല പ്രവിശ്യകളായി തിരിച്ചിരുന്നു. അതിൽ കാൽക്കരനാടിൽ പെട്ട സ്ഥലമായിരുന്നു ചെങ്ങമനാട്. ചെങ്ങമനാടിൻ്റെ പ്രധാന ജീവിതോപാധി കൃഷിയാണ്. എന്നാൽ പിന്നീട് ഈ പഞ്ചായത്ത് വളരെ പെട്ടെന്ന് ഒരു വ്യാവസായിക മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഈ ഭാഗത്ത് വളരെയധികം കണ്ടുവരുന്ന കളിമണ്ണ് ഉപയോഗിച്ച് ഓട് നിർമ്മിക്കുന്ന രീതിയാണിത്.
ധാരാളം സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും ഒട്ടനവധി ആളുകൾ ഈ വ്യവസായവുമായി സഹകരിക്കുന്നു. മുൻകാലത്ത് ഇവിടെ ധാരാളം ഇഷ്ടിക നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഇന്നതെല്ലാം ഇല്ലാതായി. നിലവിൽ UDF ആണ് ചെങ്ങമനാടിൻ്റെ ഭരണം കൈയാളുന്നത്. ജയ മുരളീധരനാണ് പ്രസിഡന്റ്. പഞ്ചായത്തിന് തനതായ ഫണ്ടില്ലാത്തത് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചതായി പ്രസിഡന്റ് ജയ മുരളീധരൻ പറഞ്ഞു. നമ്മുടെ പ്രദേശങ്ങളിലുള്ള റോഡുകളുടെ കാര്യം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജലജീവൻ മിഷൻ്റെ റോഡുകൾ കുഴിച്ച് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതിൽ വേണ്ട രീതിയിൽ എല്ലാ റോഡുകളും പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. നമ്മൾ മന്ത്രിതലത്തിൽ വരെ അതിനുള്ള പരാതികൾ കൊടുത്തുവെങ്കിലും അതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിനൊരു മറുപടി കിട്ടാത്തതുകൊണ്ടും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ വച്ചിട്ട് പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ജലജീവൻ മിഷൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കുറച്ച് ഭാഗത്തെല്ലാം നമുക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ സാധിച്ചു എങ്കിലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇനി തുടർ ഭരണസമിതിയുടെ കാലത്ത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ കൂടുതൽ ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ റോഡുകൾ മുഴുവനായും മെയിൻ്റനൻസ് നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 200-ൽ പരം വീടുകൾ നൽകാൻ സാധിച്ചു. കാർഷിക പഞ്ചായത്തായ ചെങ്ങമനാടിന് ജൈവകൃഷിയിൽ പ്രോത്സാഹനം നൽകാൻ സാധിച്ചു. ആരോഗ്യരംഗത്ത് മികച്ച ഇടപെടൽ നടത്തി. ഫണ്ട് കുറവെങ്കിലും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിഞ്ഞു. ജയ മുരളീധരൻ പറഞ്ഞു. ഹോമിയോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ NABHൻ്റെ അംഗീകാരത്തോടു കൂടി നമുക്ക് ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വരുന്ന 28-ാം തീയതി അതിൻ്റെ NABHൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് പഞ്ചായത്തിന് ലഭ്യമാകുന്നു. അത് ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ്. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മരുന്നിന് വിലയുള്ള സമയത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി സാധാരണ ആളുകൾക്ക് ആയുർവേദ മരുന്നുകൾ കൊടുക്കാൻ സാധിക്കുകയും അവർക്ക് ചികിത്സ ഉൾപ്പെടെ പ്രസവരക്ഷ ഉൾപ്പെടെ വയോജന സൗഹൃദവുമാക്കാനുള്ള സാധ്യത നമുക്ക് കൂടുതലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് ഭവന പദ്ധതിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതിയിൽ നമുക്ക് ഏതാണ്ട് 200-ത്തോളം വീടുകൾ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള മുഴുവൻ പേരെയും ഈ ഭരണസമിതി പോകുന്നതിന് മുൻപ് ഭവന നിർമ്മാണം സാധ്യമാക്കി കൊടുക്കാമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിലും കന്നുകുട്ടി പരിപാലനവും അതേപോലെ തന്നെ പോത്തുകുട്ടി വിതരണം, പശു പരിപാലനം എല്ലാ വിധത്തിലുള്ള കർഷകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ സബ്സിഡി സഹിതം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനും കൃഷി വകുപ്പിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ധാരാളം ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിനും സാധിച്ചിട്ടുണ്ട്. സബ് സെൻറ്റർ നമ്മുടെ പഞ്ചായത്തിൽ 3 സബ് സെൻറ്ററുകളുടെ പണി പൂർത്തീകരിച്ചു. അത് മെയിൻ്റനൻസ് പൂർത്തീകരിച്ചു. അതുകൂടാതെ ഒരു പുതിയ എണ്ണത്തിന് അനുമതി കിട്ടി. പക്ഷെ നമുക്ക് നിലവിൽ ലഭ്യമായ സ്ഥലം പോരായ്ക വന്നതുകൊണ്ട് അത് ഒരു തുടർ പദ്ധതിക്കായി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്നാൽ ജയ മുരളീധരൻ്റെ അവകാശവാദങ്ങളെ ഖണ്ഡിക്കുകയാണ് പ്രതിപക്ഷത്തെ CPM അംഗം. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തീകരിച്ചില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFൻ്റെ ഒരു നിലപാട് BJPയുടെ അംഗസംഖ്യ കുറയ്ക്കണമെന്ന നിലയ്ക്കുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് 5 സീറ്റുള്ള BJP 4 സീറ്റായിട്ട് ചുരുങ്ങി. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണെന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ പറയുമ്പോൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന പല പദ്ധതികളും ഈ പഞ്ചായത്തിൽ നടപ്പാക്കാനായിട്ട് വേണ്ടത്ര ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ്. ഏറ്റവും അവസാനമായിട്ട് വന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതി ചെങ്ങമനാട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപിച്ചെങ്കിലും പല വാർഡുകളിലും ഇപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കുകയും
വളരെ ശോചനീയ അവസ്ഥയാണ് നമുക്ക് നാട്ടുകാർക്കും ഇത് ഈ പഞ്ചായത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കാണാൻ കഴിയും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും വളരെ തൃപ്തികരമല്ല. നമ്മുടെ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ ഏകദേശം 18 താഴെ 15ഓളം ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ രംഗത്ത് ഫലപ്രദമായി ഇടപെടുവാനും ഹരിതകർമ്മസേനയെ കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുവാനായിട്ട് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശോചനീയ അവസ്ഥയാണ്. ഗവൺമെൻറ് കൊണ്ടുവന്ന ലൈഫ് ഭവന പദ്ധതികളിൽ 247 പേര് നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ പേർക്ക് ഇതേവരെയും വീട് നൽകാൻ അനുവദിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഭൂരഹിത ഭവനരഹിതര, അത് ജനറൽ വിഭാഗത്തിൽ ഒരൊറ്റ ആൾക്ക് പോലും ഭൂമി കണ്ടെത്താനോ അവർക്ക് തുക കൊടുക്കാനോ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി തുക നീക്കിവെച്ചിട്ടില്ല. കഴിഞ്ഞത് SC വിഭാഗത്തിൽ മാത്രമാണ് ആ നേരത്തിൽ കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ലൈഫിൻ്റെ പദ്ധതി ഇപ്പോഴും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. LDF ഗവൺമെൻറ് ഭരണസമിതിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പ്രദേശത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അത് നടപ്പാക്കാനായിട്ട് ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ NH ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ ആദ്യം അംഗനവാടി, അതിന് ശേഷം ജിമ്മ് ജില്ലാ പഞ്ചായത്തിൻ്റെ, പിന്നെ അവസാനമായിട്ട് വില്ലേജ് ഓഫീസിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുക. അങ്ങനെ നല്ല തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഒരു ബഹുനില കെട്ടിടം പണിഞ്ഞ് അത് പഞ്ചായത്തിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും, അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ അനുബന്ധ സ്ഥാപനങ്ങളെല്ലാം അവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നടപ്പാക്കാൻ കഴിയുമായിരുന്നു. അത് നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത പല പദ്ധതികളും ചെങ്ങമനാട് പഞ്ചായത്തിൽ നടപ്പാക്കിയില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പിന്നെ ഈ ഭരണസമിതിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടം സാമൂഹ്യനീതിയിലും വികസനത്തിലും ഒരു കാഴ്ചപ്പാടില്ല. ഒരു 18 വാർഡുകൾ ഒരേ രീതിയിലല്ല. ചില വാർഡുകൾ നന്നായിട്ട് വികസനങ്ങൾ നടന്ന വാർഡുകളുണ്ട്, ചില വാർഡ് വളരെ പിന്നോക്ക അവസ്ഥയുള്ള വാർഡുകളുണ്ട്. ഈ ഭരണസമിതി കാഴ്ചപ്പാട് എല്ലാ പഞ്ചായത്തിലേക്കും, എല്ലാ പഞ്ചായത്തിൻ്റെ വാർഡുകളിലേക്കും തുക വിനിയോഗിക്കുമ്പോൾ തുല്യമായിട്ട് വിധിക്കുകയാണ്. ഉദാഹരണം, ഇപ്പം എൻ്റെ വാർഡിലിരിക്കുന്ന 14 വാർഡിൽ ശരിക്കും 100% പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും മാത്രമുള്ള ഒരു വാർഡാണ്. 2 കോളനിയുണ്ട്. SC ജനസംഖ്യ വളരെ കൂടുതലുള്ള വാർഡാണ്. ഈ പഞ്ചായത്തിൽ തന്നെ 2000-ഓളം SC വിഭാഗക്കാരാണ് പറയുന്നത്. ചില വാർഡുകളിൽ SCക്കാർ വളരെ കുറവാണ്. പക്ഷേ വീട് മെയിൻ്റനൻസ് തുക അനുവദിക്കുമ്പോൾ എല്ലാ വാർഡുകൾക്കും ഒരാൾ വെച്ച് കൊടുക്കും. അപ്പോൾ ശരിക്കും 100ഓളം വീടുള്ള വാർഡിലും ഒരു SCക്കിന് കിട്ടും. 5-6 കുടുംബമുള്ളവർക്കും ഒരു വീട് കിട്ടും. അപ്പോൾ 5 വർഷം കൊണ്ട് 5 വീട് മാത്രമുള്ളവർക്ക് ആ വാർഡിൽ എല്ലാവർക്കും വീട് കൊടുത്തു വരുത്താൻ കഴിയും. അതുതന്നെ എല്ലാ രംഗത്തും പറയുന്നു. റോഡ് മെയിൻ്റനൻസിൻ്റെ ഫണ്ട് ഇതുപോലെ തന്നെ തുല്യമായിട്ട് വീതിക്കുന്നു. അത് പിന്നോക്കമായിട്ട് നിൽക്കുന്ന ചില വാർഡുകളിലെ റോഡുകൾക്ക് വളരെ തടസ്സം നിൽക്കുന്നു. പൈസ തുക വേണ്ടാത്ത വാർഡുകളിലും ഇതുപോലെ തന്നെ ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴേക്കും ആ റോഡ് കുത്തിപ്പൊളിച്ച് വീണ്ടും ആ തുക കൊണ്ട് റോഡ് പണിയുന്നത്. അപ്പോൾ ഒരു വികസന കാഴ്ചപ്പാടിൽ ഒരു സാമൂഹ്യനീതി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വികസന മുന്നേറ്റം നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ചില വാർഡുകളിൽ നല്ല രീതിയിലുള്ള മുന്നോക്കമായിട്ട് പോയിട്ടുണ്ട്. ചില വാർഡുകൾ വളരെ പിന്നോക്കാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. പിന്നാക്ക ജനവിഭാഗങ്ങൾ ഏറെയുണ്ട് ചെങ്ങമനാട് പഞ്ചായത്തിൽ. വികസനവും ക്ഷേമവും പൂർണ്ണമായ അർത്ഥത്തിൽ പഞ്ചായത്തിൽ ഇനിയും എത്തേണ്ടതുണ്ട്. അതിനായുള്ള കർമ്മോത്സുകരായ ഭരണാധികാരികൾ ഇവിടെ നിന്നും ജയിച്ചു വരണം. ജനം തീരുമാനിക്കട്ടെ. പോർക്കളങ്ങൾ ഒരുങ്ങുകയാണ് ഇങ്ങു മധ്യ കേരളത്തിലും. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ ചെങ്ങമനാടും കാത്തിരിക്കുന്നു മാറ്റങ്ങൾ അറിയാൻ, നാളെകൾ അറിയാൻ. മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് പങ്കുണ്ടെങ്കിൽ അതിൽ പാർട്ടിക്കും അറിവുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇതുവരെയുള്ള അന്വേഷണം സ്വാഗതാർഹമാണെന്നും കെ മുരളീധരൻ.
പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് CPM മാള ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന TP രവീന്ദ്രൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു. മാള കോട്ടവാതിൽ വാർഡ് 9-ൽ TP രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക നൽകി. KSEBയുടെ 33 kV ടവർ ലൈനിൽ കാക്ക ഷോക്കേറ്റതിനെ തുടർന്ന് അമിത വൈദ്യുതി പ്രവാഹം. കയ്പമംഗലത്ത് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.